നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ CPM എന്ന സംഘടനയ്ക്കും CPMന്റെ മന്ത്രിസഭയ്ക്കും ചരിത്രത്തിൽ തിരുത്താനാവാത്ത വിഡ്ഢിത്തമായിരുന്നു PV അൻവറിന്റെ അറസ്റ്റ്. നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ DMK പ്രവർത്തകർ DFOന്റെ ഓഫീസ് അടിച്ചു തകർത്ത് അതിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു എന്നതായിരുന്നു PV അൻവറിനെതിരെ എടുത്ത കേസ്. പ്രേരണാകുറ്റമായിരുന്നു PV അൻവറിന് എടുത്ത കേസിന്റെ അടിസ്ഥാനം. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് IPC 355A പ്രകാരം PV അൻവറിനെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ നിയമാനുസൃതമായ അംഗീകാരം ആവശ്യമായിരുന്നു. എന്നാൽ ക്രിമിനൽ കേസുകളിൽ പെടുന്ന നിയമസഭാ സാമാജികരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇത്തരം തടസ്സങ്ങളൊന്നുമില്ലെന്നും അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്പീക്കറുടെ അനുമതി വാങ്ങിയാൽ മതിയെന്നുമായിരുന്നു DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷ്യം. ഏതാണ്ട് 120ഓളം വരുന്ന പോലീസുകാർ PV അൻവറിന്റെ വസതി വളഞ്ഞ് ഗുണ്ടാ നേതാക്കളെ പോലെ PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കേരളം കണ്ടത്. ഇന്നലെ ഉച്ചയോടുകൂടി എടുത്ത കേസിൽ രാത്രി 9:30 തന്നെയായിരുന്നു PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇന്നിപ്പോൾ PV അൻവറിന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. PV അൻവർ ഇതുവരെയും കോടതിക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. PV അൻവറിന് വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിലേക്ക് ആനയിക്കുവാൻ തന്നെയാണ് DMKയുടെ പരിപാടികളെല്ലാം. വലിയ സ്വീകരണമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. PV അൻവറിനെതിരെ പറയുന്ന പ്രേരണാ കുറ്റം മാത്രമാണുള്ളതെന്നും PV അൻവർ, അതായത് DMK പ്രവർത്തകർ DFO ഓഫീസ് ആക്രമിക്കുമ്പോഴും അതിലെ വസ്തുവകകൾ നശിപ്പിക്കുമ്പോഴും PV അൻവറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിൽ PV അൻവറിനെ ജയിലിൽ അടയ്ക്കാൻ സാധ്യമല്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് PV അൻവറിന് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു, CPMന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു PV അൻവറിന് കിട്ടിയ ജാമ്യം. ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയമായി PV അൻവർ ഏറെ തളർച്ച ബാധിച്ചിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ അത്തരം തളർച്ചകളെല്ലാം മാറി PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ അറസ്റ്റോടുകൂടി PV അൻവറിനുണ്ടായ രാഷ്ട്രീയ നേട്ടം എന്നുള്ളത് എടുത്തു പറയാതെ പറ്റില്ല. ഒരു വേള പിണറായി വിജയൻ തന്നെ PV അൻവറിന് രാഷ്ട്രീയത്തിൽ ഒരു പുനരുദ്ധാനം നൽകിയിരിക്കുന്നു, നവോത്ഥാനം നൽകിയിരിക്കുന്നു എന്ന് വേണം ഈ അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. പിണറായി വിജയനും പിണറായി വിജയൻ സർക്കാരിനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന ADGP MR അജിത് കുമാറിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന PV അൻവറിനെ ഏത് വിധേനയും പൂട്ടി അകത്തിടാൻ പിണറായി വിജയൻ നടത്തിയ നീക്കങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമായില്ല. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ DMK എന്ന മുന്നണിയുടെ പ്രവർത്തകർ നിലമ്പൂർ DFO ഓഫീസ് ആക്രമിക്കുന്നതും അതിലുണ്ടായിരുന്ന വസ്തുവകകൾ നശിപ്പിക്കുകയും അതിലൂടെ PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ പിണറായി വിജയന്റെ അവസരം കൈവരുന്നതും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത. എന്നാൽ ഈ കേസിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ പറ്റില്ല എന്ന നിലപാട് തന്നെയായിരുന്നു കോടതി കൈക്കൊണ്ട തീരുമാനം. PV അൻവറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. UDFിലെ നേതാക്കളായ പ്രതിപക്ഷ നേതാവായ VD സതീശനും MM ഹസനും PK കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം PV അൻവറിന് പിന്തുണയുമായി ഈ കേസിൽ എത്തുന്ന കാഴ്ച പിണറായി വിജയനെയും CPMനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. PV അൻവർ UDFിലേക്ക് പോകുന്നു എന്നുള്ളൊരു ധാരണ നിലനിൽക്കെ തന്നെയാണ് പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയും MM ഹസനുമെല്ലാം PV അൻവറിന്റെ അറസ്റ്റിന് പിന്തുണയുമായി എത്തുമ്പോൾ PV അൻവറിന് രാഷ്ട്രീയമായി ഒരു പുതുജീവൻ നൽകുന്ന പ്രവണത തന്നെയായിരുന്നു ഈ അറസ്റ്റ്. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനും CPMനും പറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡ്ഢിത്തമായി തന്നെ ഈ PV അൻവറിന്റെ അറസ്റ്റിനെ പിൽക്കാലത്ത് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും PV അൻവറിന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വിവരം. PV അൻവർ പുറത്തേക്ക് വന്നിട്ടില്ല. PV അൻവറിന് സമുചിതമായ ഗംഭീരമായ വരവേൽപ്പ് ഒരുക്കുന്നതിനും സ്വീകരണം ഒരുക്കുന്നതിനും വേണ്ടി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ PV അൻവർ അജയ്യനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ അറസ്റ്റോടുകൂടി സംജാതമായിരിക്കുന്നത്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുന്ന PV അൻവർ പിണറായി വിജയനും CPMനും വലിയ തലവേദന ഉണ്ടാക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തായിരിക്കും ഈ വിഷയത്തിൽ ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.